ഇത് നമ്മളെ ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ. അമ്മ ഇങ്ങോട്ട് ക്യാമറയിലൊക്കെ ഒരു ഹായ് അറി ഹായ് പറയേ. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് കുറേ കാലമായിട്ടാണ് വിചാരിക്കുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്ന്. അപ്പം ഇന്ന് ഏതായാലും തന്മോൾക്ക് ലീവാണല്ലോ, അപ്പം ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് കോഴീൻ്റെ ശബ്ദം മൊത്തം ഉണ്ട്. അപ്പം 9 മണിയൊക്കെ ആയിട്ടോ, രാവിലെ പോയി ഒരു 9:10 എന്തായാലും നമുക്ക് ഇനി ഞാൻ ചായ ഒന്നും കുടിച്ചില്ല, കുറേ പരിപാടി ഉണ്ടെന്ന്. അപ്പോൾ വിചാരിച്ചിരുന്ന് വേഗം പണിയൊക്കെ തീർത്തിട്ട് തന്മോക്ക് കുറച്ച് പഠിക്കാനുണ്ട്, അതിൻ്റെ കൂടെ തന്നെ 2-3 ഷോർട്സ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെന്ന്. വാവ അന്ന് ലീവാണല്ലോ, അപ്പോൾ ഓക്കുള്ള ഓളെയും കൂട്ടിയിട്ട് 2-3 ഷോർട്സ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം നമുക്ക് ആദ്യം പോയി ഓളെ വിളിക്കാം, എന്നിട്ട് ഒന്നിച്ച് ചായ കുടിക്കാം. റൂമിലേക്ക് വരുമ്പോൾ തന്നെ കണ്ടോ നിങ്ങള്, മൊത്തം ഡ്രസ്സൊക്കെ വാവന്റെ ഡ്രസ്സുകളാ. ലൈറ്റ് ഇടാം നമുക്ക്. നല്ല ഉറക്കാട്ടോ ആശായി. ഓയ് മുത്തേ, ഇതുണ്ടോ, ഇതൊക്കെ സ്ഥിരമുള്ള പരിപാടി കേട്ടോ. ഇത് തലേണ മേല് വെക്കല്, ചിലപ്പോ അപ്പുറത്തും തലേണ വെക്കൂ, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് തലയ്ക്കൊരു തലേണ, ഇപ്പുറത്തൊരു തലേണ, ഇപ്പുറത്തൊരു തലേണ, എന്നിട്ട് അതിന് നടുക്ക് ഉറങ്ങുക. അതാണ് പരിപാടി. നല്ല ഉറക്ക. മുത്ത എണീക്കി, വാവക്കുട്ടിയെ പൊതച്ച് മൂടി കിടക്കാണ്. ഇന്ന് ക്ലാസ്സിലായിട്ട് എന്നോട് ഇന്നലെ സ്കൂളിൽ വന്നപ്പോ തന്നെ പറഞ്ഞ ഇന്നെനിക്ക് കുറേ നേരം ഉറങ്ങണം, എന്നെ വിളിക്കരുത് എന്ന് കേട്ടോ. ഉറക്കെ പറയണം. ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് എന്ന് പറയും. ഓക്കെ, ഞങ്ങൾ ഫ്രഷ് ആയി കുളിച്ച് റെഡി ആയിട്ട് വരാം കേട്ടോ. ഓ എല്ലാം എടുത്തില്ല, ഞങ്ങൾ ഒന്നിച്ച് ചാവിടിക്കാൻ വിചാരിച്ചു. രാവിലെ എണീറ്റ് കഴിഞ്ഞാലില്ലേ ഫസ്റ്റ് തന്നെ മുടി കെട്ടാതെ പുറത്തിറങ്ങുന്ന എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ തന്മോളോട് എപ്പോ പറയൂ. അതേപോലെ രാവിലെ തന്മോളെ എണീച്ച് കുളിച്ച് കഴിഞ്ഞിട്ടേ കേട്ടോ ചായ കുടിക്കാം. ഒന്നെങ്കിൽ കുളിക്കുന്ന ദിവസം കുളിക്കും, മേലെഴുകുന്ന ദിവസം മേലെഴുകും, എന്നിട്ടേ ഒക്കെ ഞങ്ങൾ ചായ കൊടുക്കും. പക്ഷെ ഞാൻ അങ്ങനെയില്ല, ഞാൻ വേണേ കുളിക്കാതെ ചായ കുടിക്കും. ഞാൻ അധികം രാവിലെ പോകുമ്പോ വേഗം രാവിലെ ഞാൻ ഒന്നിച്ചാ ചായ കുടിക്കാം. അപ്പത്തേക്ക് എനിക്ക് വിശക്കാൻ തുടങ്ങും. അപ്പൊ ഞാൻ ചായ കുടിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് എന്നിട്ടൊരു ഓക്കെ എന്നാ വേഗം ബ്രഷ് ചെയ്യാൻ നടക്ക്. വേഗം ഇറങ്ങിക്കോ, വേഗം ഇറങ്ങിക്കോ. ആ വേഗം പോട്ടെ, വണ്ടി പോട്ടെ. ടിങ് ടിങ് ടിങ്. എണീറ്റ് പാടെ മുടി കെട്ടുന്നതും അതേപോലെ കട്ടില് വൃത്തിയാക്കുന്നതും. എനിക്ക് രാവിലെ തന്നെ കട്ടില് വൃത്തിയാക്കിയില്ലെങ്കിൽ മനസ്സമാധാനക്കേടോ, പിന്നെ എനിക്ക് റൂമിൽ വരാൻ തോന്നൂല കേട്ടോ. അതുകൊണ്ട് കട്ടില് ഞങ്ങൾ രാവിലെ തന്നെ വൃത്തിയാക്കി. ഇതിപ്പോ തന്മോക്ക് ശീലമായി പോയിക്കുന്നത്. അതുകൊണ്ട് ആരാണോ ലാസ്റ്റ് ഉറങ്ങി നീച്ച് വരുന്ന ആള് ഒരു കട്ടില് ഫുള്ള് വൃത്തിയാക്കി ഇട്ടിട്ട് വേണം പുറത്തിറങ്ങാൻ. അതിപ്പോ രാവിലേട്ടനാണെങ്കിലോ കട്ടില് വൃത്തിയാക്കിയിട്ടു കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് റൂമിലേക്ക് വരുമ്പോ ഒരു നെഗറ്റീവ് ഫീലാ. കട്ടിലൊക്കെ അലങ്കോലായി കിടക്കുക, ബെഡ് വൃത്തിയോടായി കിടക്കുമ്പോ എന്തോ മാതിരി തോന്നൂലേ. അമ്മ കുറച്ച് പുട്ടും ഉണ്ടാക്കി കുറച്ച് പത്തിരി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാട്ടോ. നമുക്ക് അമ്മേന്റെ അടുത്ത് മെല്ലെ പോയോക്കാം. അമ്മ ഇങ്ങോട്ട് ക്യാമറയിലൊക്കെ ഒരു ഹായ് അറി ഹായ് പറയേ. ഗൈസ്, ഞാൻ മേക്കപ്പ് ഇടാൻ പോവാ കേട്ടോ. നിങ്ങൾ എല്ലാവരും കണ്ടോളി കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന് ലൈക്ക്. തനുമോളെ മേലുകളൊക്കെ കഴിഞ്ഞ് ഇനി ഒരു പൊട്ടും കുത്തി ചെറിയൊരു മേക്കപ്പും കഴിഞ്ഞിട്ട് ചായ കുടിക്കാൻ പോവാ കേട്ടോ. ഇളക്കിയ വലിയ പൊട്ടാവേ. അതെ പൊട്ടും വരുന്നു. ഞാൻ പറ്റിയല്ലേ, ഞാൻ തന്നെയാ പറ്റി.
ഇനി ഞങ്ങൾ രണ്ടാളും ചായ കുടിക്കട്ടെ. എനിക്ക് അധികം നേരം വിശപ്പ് എനിക്കും തന്മോൾക്കും പിടിച്ചിട്ടുള്ള കപ്പാസിറ്റി ഇല്ല കേട്ടോ. ഇനി ഞങ്ങൾ ചായ കുടിച്ചില്ല എവിടെയും ബോധം കെട്ട് വീണോ. ഇപ്പം തന്നെ സമയം 10 മണിയായി. അങ്ങനെ പിന്നെ ഞാൻ ഒന്നിച്ച് തന്മോളെ കൂടെ ചായ കുടിക്കുന്നതിന് ഒരു കാരണമുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ ഞങ്ങളൊരു മത്സരം വെക്കും, ആരാ ആദ്യം ജയിക്കുന്നതെന്നുള്ളൊരു മത്സരം ആകുമ്പോൾ ഓളെ വയറിലേക്ക് എന്തെങ്കിലും എത്തുമല്ലോ. ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ ഓള് കുറേ വേസ്റ്റ് ആക്കിയിട്ട് കഴിക്കാതെ നീറ്റ് പോയിക്കാളൂ. ചൂട് പത്തിരി, പൊരിഞ്ഞ പത്തിരി നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പത്തിരി കേട്ടോ. എന്റെ മുഖത്തിന്റെ അതേ സൈസ്. ഇന്ന് ഇവിടെ പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്, പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ തനുമോക്ക് പത്തിരി മതി എന്ന് പറഞ്ഞിട്ട് ഓള് പത്തിരി എടുത്ത് കഴിച്ച്. ഞാൻ പുട്ടും ഇഷ്ടമാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് ഗ്രീൻ പീസ് ഭയങ്കര ഇഷ്ടമാണ്, വാവക്കും ഇഷ്ടം. എന്റെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താന്ന് പറയാ, പുട്ടും ഇഷ്ടക്കറി, അതൊരു കോമ്പിനേഷൻ തന്നെയാണ്. എന്നാ വേഗം കഴിച്ചോ. ഞാൻ കഴിച്ചു തുടങ്ങട്ടെ. ഇന്റെ ഇഷ്ടങ്ങളൊക്കെ പറഞ്ഞിരുന്നു നിങ്ങളെല്ലാരും കേട്ടില്ല. പുട്ടും ഇഷ്ടക്കറിയുന്നു, സ്റ്റൂന്ന് കിട്ടായിട്ട് ഇഷ്ടക്കറി എന്നാ പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, എന്തായാലും എന്റെ ഇഷ്ടങ്ങളൊക്കെ അറിയാലോ എന്റെ വാവക്ക്, അതന്നെ വലിയ കാര്യം. അതിന്റെ ഇടയ്ക്ക് എന്നോട് ഒരു പിടി പുട്ടൊക്കെ വാങ്ങി കഴിച്ചിട്ടോ. ഞാൻ കഴിക്കുന്ന എൻ്റെ ഒരു കൊതി വന്നിട്ട് കേട്ടോ. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് വേഗം ഞാൻ ചായയൊക്കെ കുടിച്ച് പാത്രമൊക്കെ കഴുകി ഒന്ന് അടുക്കളയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് എന്ത് ചെയ്ത്, പെട്ടെന്ന് തന്നെ ഞാൻ ആലോചിച്ചത്, കഞ്ഞി വെച്ചില്ലല്ലോ ഇന്ന്. ലീവ് ഉള്ള ദിവസം തന്മുക്ക് ഞാൻ കഞ്ഞി വെക്കും കേട്ടോ. ഇല്ലെങ്കിൽ അവൾക്ക് വിശന്ന് കഴിഞ്ഞാൽ എന്തിനാണ് ഇവള് ഈ കിടന്ന് അലമ്പുണ്ടാക്കുന്നതെന്ന് മുമ്പൊക്കെ മനസ്സിലാവൂല കേട്ടോ. ചിലപ്പോൾ ദേഷ്യം പിടിക്കൂ, ചിലപ്പോൾ വെറുതെ ഇരുന്ന് കരയൊക്കെ ചെയ്തവൾ വിശന്ന. പക്ഷെ ഫുഡ് കഴിക്കുക വെച്ചാൽ അതും ഇല്ല കേട്ടോ. അപ്പം അച്ഛൻ മീൻ മേടിക്കാൻ പോകുന്ന കണ്ടപ്പോൾ ഞാൻ ഓടി വന്ന വീഡിയോ എടുത്താണ്. പിന്നെ ഞാനും അമ്മയും കുറച്ച് കൊലായിലൊക്കെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് കൊച്ചു വർത്താനങ്ങളൊക്കെ ഞങ്ങൾ 3 ആൾ കൂടി പറഞ്ഞിരുന്നു. അപ്പോഴേക്ക് സമയം പോയി. ഇപ്പം ഏകദേശം ഒരു 11:30 ആയി കേട്ടോ. അപ്പോൾ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം തന്മോളോട് പറഞ്ഞു പഠിക്കാൻ വന്ന്. അപ്പം ഞാൻ പഠിക്കാൻ വിളിച്ചപ്പോഴേക്ക് തന്മോക്ക് എയിലേ അറിയില്ല, വല്ലാത്തൊരു ക്ഷീണം വന്നു കേട്ടോ. അങ്ങനെ കിടക്കുന്ന കിടപ്പാണത്. പിന്നെ ഞാൻ ഒരു ഇതൊക്കെ കുത്തി വിളിച്ചെടുത്തുണ്ടോന്ന് കുറേ പഠിപ്പിച്ചൊക്കെ കഴിഞ്ഞ്. പിന്നെ ഒരു വിധമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തെ സമയം അങ്ങോട്ട് പോയി വേഗം. പിന്നെ വേഗം ബുക്കൊക്കെ എടുത്ത് വെച്ച് ഞാൻ അടിച്ചു വരാനുള്ള പരിപാടിയില്ല കേട്ടോ. ഇപ്പം ഏകദേശം 12:30 ആയി. 12:30 ഒരു 12:45 ആയപ്പോഴത്തേക്ക് ഞാൻ വേഗം അടിച്ചൊക്കെ വാരി പഠിക്കാൻ ഒരു മൂടുള്ളപ്പോഴേ ഓളെ പഠിക്കാൻ ഇരുത്തിയിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഓൾക്ക് ഒന്നും ഓളെ തലയിലേക്ക് കയറൂല. പിന്നെ ഞാൻ ഫുള്ളൊന്ന് വൃത്തിയാക്കിയിട്ടോ. ഇത് ഞാൻ ചെയ്തേ ബോട്ടിൽ ആർട്ടാട്ടോ. ഇത് എൻ്റെ ബോട്ടിൽ ആർട്ടാ. എങ്ങനെ ഉണ്ട് എന്ന് എല്ലാവരും അഭിപ്രായം പറയണം കേട്ടോ. അതിൻ്റെ അകത്ത് കുറേ കാലമായി ഞാൻ നോക്കലില്ല, അതിൽ വെള്ളമൊന്നും ഇല്ലേനി. അപ്പം ഞാൻ ഇന്ന് വെറുതെ നോക്കിയപ്പോൾ അതിൽ വെള്ളം തീരെ ഇല്ല. അപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത്. ഞാൻ ഈ അലമാരൻ്റെ അടിയിൽ എന്തെടുത്ത് ഈ പരതുന്നതെന്നല്ലേ, ഇതിൻ്റെ വൈറ്റ് ചെരുപ്പാണ് കേട്ടോ. അത് ഇടയ്ക്ക് എടുത്ത് വെക്കുന്നത് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചോ എന്നറിയാം, ഒരു സമാധാനത്തിനെ. എനിക്കിത് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്, ചെരുപ്പും ഡ്രസ്സും. ഞാൻ നല്ലോണം കൊണ്ടെടുക്കുകയും ചെയ്യും കേട്ടോ. 5-6 വർഷമായിട്ടുള്ളതൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ഈ തനുമോൾ ഈ ക്ഷീണം പിടിച്ച് ഇറങ്ങി വരുന്നതിന് കഞ്ഞി കുടിക്കാൻ വിളിച്ചതിനാണ് വയ്യാത്ത പോലെ കേട്ടോ. ഫുൾ അഭിനയമാണ്. ഭക്ഷണം കഴിക്കാൻ വിളിച്ചാലും പഠിക്കാൻ വിളിച്ചാലും മൊത്തം ഉടായ്പ അഭിനയാട്ടെ. എങ്ങനെയൊക്കെയോ ആ കഞ്ഞിയൊക്കെ ഞാൻ ചീത്ത പറഞ്ഞ ഒരു വിധം കുടിപ്പിച്ച്. അപ്പോഴേക്ക് ഇത് അമ്മ അവിടെ ഉപ്പേരിക്കുള്ള അരിയുണ്ട് വാഴക്കത്തോട് കേട്ടോ. പിന്നെ എൻ്റെ അമ്മ വന്ന് കേട്ടോ. അമ്മേൻ്റെ അമ്മേനെ ഫുഡൊക്കെ കൊടുക്കുക, കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ നേരം ഇങ്ങോട്ട് പോകുന്നത്. അവിടെ ഇടയ്ക്ക് പോയി അമ്മമ്മേനെ ശുശ്രൂഷിക്കാൻ പോയതാണ് കേട്ടോ. അപ്പോഴേക്ക് ഞാൻ എന്ത് ചെയ്തു, ഒരു ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ. നിങ്ങളവിടെ എങ്ങനെയാട്ടോ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയതാ? നിങ്ങളെല്ലാവരും കണ്ടോളൂ. ഇനി ആർക്കെങ്കിലും റെസിപ്പി ഇത് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി. ഞാൻ റെസിപ്പി ഒരു വീഡിയോ വേറെ ഞാൻ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്ക് അമ്മ മുളകിട്ട കറി ഉണ്ടാക്കി, പച്ചക്കറി ഉണ്ടാക്കി, ചോറുണ്ടാക്കി, ഉപ്പേരി റെഡി ആയിക്കിന്ന്. പിന്നെ ഇത് അച്ഛൻ്റെ സ്പെഷ്യൽ ചമ്മന്തി. പിന്നെ തനുമോക്ക് കാടമുട്ടേൻ്റെ ഒരു ബുൾസൈ ഉണ്ടാക്കിയതാ കേട്ടോ. 4 കാടമുട്ട എടുത്ത് ഓക്കൊരു കുട്ടി ബുൾസൈ ഉണ്ടാക്കി കൊടുത്ത. എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഉടായ്പില്ലെങ്കിൽ ഓള് ഫുഡേ കഴിക്കൂല കേട്ടോ. പിന്നെ അച്ഛൻ വന്നപ്പോഴത്തേക്ക് വൈകുന്നേരമായി. പിന്നെ അച്ഛനും അമ്മയും ഒരു ചായയൊക്കെ കുടിച്ച് ടാറ്റയും പറഞ്ഞ് വേഗം പോയിട്ടോ. ഞാൻ ടാറ്റ പറഞ്ഞപ്പോൾ എനിക്ക് ടാറ്റ തന്നതാണേ. അത് കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് അമ്മ പ്രാർത്ഥന തുടങ്ങി. അപ്പോഴേക്ക് രാവിലേട്ടൻ വരെ ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കോഴീനെ കടിച്ചു. ഇത് തനുമോളെ കോഴിക്കളാട്ടോ. രാവിലേട്ടനും തനും കോഴിപ്രാന്തന്മാരാ രണ്ടും. അപ്പം ഇന്നത്തെ എൻ്റെ ഈ കുട്ടി വ്ളോഗ് ഞാൻ ഇവിടെ നിർത്തട്ടെ. എനിക്ക് ലൈവ് കയറാൻ ഏകദേശം സമയം വരുന്നുണ്ട്. അപ്പം ടാറ്റാ, ബൈ ബൈ, സി യു.